ഹല്ലേലൂയയുടെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളോടുകൂടെ ഇന്ന് പ്രൊഫസർ സാംസ് കറിയയുണ്ട്. പുരാതനമായ മുംബൈയിലെ വിൽസൺ കോളേജിന്റെ അധ്യാപകനും അവിടുത്തെ പ്രിൻസിപ്പളുമായിരുന്ന അനുഗ്രഹീതനായ ഒരു അധ്യാപകനാണ് പ്രൊഫസർ സാംസ് കറിയ. മാത്രവുമല്ല, അദ്ദേഹം ഇപ്പോൾ തിരുവല്ല കേന്ദ്രമാക്കി ലീപ് അക്കാദമി എന്ന പേരിൽ സിവിൽ സർവീസിന് വേണ്ടിയുള്ള വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ കൂടിയാണ്. ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് സിവിൽ സർവീസ് രംഗത്തേക്ക് വളരെ കുറച്ച് വിദ്യാർത്ഥികൾ മാത്രമേ എത്തിപ്പെടുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും വിദേശം സ്വപ്നം കണ്ടുകൊണ്ടാണ് പഠനത്തിന്റെ പുതിയ മേഖലകൾ തേടുന്നത്. വിദേശത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് എത്തിപ്പെടുക, പഠിക്കുക, സെറ്റിൽ ചെയ്യുക തുടങ്ങിയ സ്വപ്നങ്ങളാണ് മാതാപിതാക്കൾ അവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത്? ഈ രംഗത്ത് എന്ത് മാറ്റമാണ് ആവശ്യമുള്ളത്? പ്രൊഫസർ സാംസ് കറിയയുടെ നേതൃത്വത്തിൽ എന്ത് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമുക്ക് വിശദമായി അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാം. സാറേ, ഹല്ലേലൂയയിലേക്ക് സ്വാഗതം. നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധ വെക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സാറുമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും ഞാൻ ഈ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാർത്ഥികളിൽ നല്ലൊരു പങ്ക് പല ലെയറായിട്ട് എടുത്താൽ അതിൻ്റെ ഒരു ക്രിമി ലെയർ വിദേശത്തേക്ക് പോകും, അവിടെ സെറ്റിൽ ചെയ്യും. അവരെ എന്നേക്കുമായി കേരളത്തിന് നഷ്ടമാകുന്നു, ഇന്ത്യക്ക് നഷ്ടമാകുന്നു, ആത്യന്തികമായി നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നഷ്ടമാകും. ഈ രംഗത്ത് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സാറിന് ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുവാൻ സാധിക്കും. അതിലേക്ക് വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നു എന്നുള്ള ഒരു സങ്കീർണ പ്രശ്നമായിട്ടാണ് നാം സൊസൈറ്റി കാണുന്നത്. അതിന് വ്യത്യസ്തമായ കാരണങ്ങളുണ്ട്. ഞാനൊരു പക്ഷേ അത് ഡെസ്പറേറ്റ് മൈഗ്രേഷൻ എന്നോ ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്നോ പറയേണ്ടി വരും. ഡെസ്പറേറ്റ് മൈഗ്രേഷൻ എന്ന് പറയാൻ കാരണം ഇവിടെയുള്ള സാധ്യതകളെ പൊളിറ്റിക്കൽ, സോഷ്യൽ, എക്കണോമിക് ഫാക്ടേഴ്സ് ഒരുപക്ഷെ അതിനൊരു കാരണമാകാം. രണ്ട്, ഇവിടെയുള്ള നാഷണൽ ലെവലിലുള്ള കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എഴുതി ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് എത്തുവാനുള്ള മലയാളി കുട്ടികളുടെ താല്പര്യക്കുറവോ അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളത് ഒരു കാരണമാകാം. അടുത്തതായിട്ട് ഹേർഡ് മെന്റാലിറ്റി, ഒരു കൂട്ടമായിട്ട് ഒരു ചിന്ത വരുന്നു. എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. സമൂഹത്തിന്റെ പൊതുബോധം എല്ലാവരും വിദേശത്തേക്ക് പോകുന്നു. അവരെ കാണുമ്പോൾ മറ്റു വിദ്യാർത്ഥികൾക്കും അവിടുത്തെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് ബെറ്റർ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയുമ്പോൾ കുറച്ചുകൂടെ സ്വതന്ത്രരാണ് എന്നുള്ള ഒരു ചിന്താഗതി വരുമ്പോൾ ആ മേഖലകളിലേക്ക് പോകുവാനുള്ള ഒരു താല്പര്യം ഉണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മൈഗ്രേഷനുമായിട്ട് കേരളത്തെ ബന്ധപ്പെട്ടാൽ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് ജോലിക്കും പഠനത്തിനും ആളുകൾ പോയിട്ടുണ്ട്. ആ യാത്രകൾ കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക രംഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നത്തെ കേരളത്തിന്റെ ഒരു മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുള്ള ഒരു വളർച്ചയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ പ്രവാസികളായിട്ടുള്ള ഇന്ത്യൻ മലയാളി സമൂഹമാണ്. അതെ. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നു. വിദേശത്തേക്ക് പോയത് നമുക്ക് നഷ്ടമായില്ല, ഗുണമേ ചെയ്തു എന്നുള്ള ചിന്താഗതി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് തലമുറകളിലേക്ക് മാറിയപ്പോൾ ഒരു പുതിയ തലത്തിലേക്ക് പോയെന്നേ ഉള്ളൂ. ആ തലത്തിലേക്ക് പോയപ്പോൾ അവർ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് പഠനത്തിന് വേണ്ടി പോവുക എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ പഠനമല്ല അവരുടെ മുഖ്യമായ ലക്ഷ്യം. പഠനമാണ് അവരുടെ മുഖ്യമായ ലക്ഷ്യമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. കാരണം വിദേശത്തുള്ള യൂണിവേഴ്സിറ്റികളിൽ ഇന്ന് കിട്ടുന്നതിനെക്കാട്ടിൽ പ്രത്യേകിച്ച് പോസ്റ്റ് ഗ്രാജുവേഷൻ, റിസർച്ച്, സ്പെഷ്യലൈസ്ഡ് എഡ്യൂക്കേഷൻ, ആ സാധ്യതകൾ വളരെയേറെ വിദ്യാർത്ഥികൾക്ക് കിട്ടും. ധാരാളം സ്കോളർഷിപ്പുകളും അത് കിട്ടുന്നുണ്ട്. പക്ഷേ അവരെത്തിച്ചേരുന്നത് ഒരു ഉന്നത വിദ്യാഭ്യാസം നേടുക എന്നുള്ളതോ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്തുമോ എന്നുള്ളതിന് ഉപരിയായിട്ട് അവിടെ താമസിക്കാൻ പറ്റുമോ, PR കിട്ടുമോ, ജോലി സാധ്യതയുണ്ടോ എന്നുള്ള ട്രെൻഡാണ് നമ്മളെ അപകടത്തിലേക്ക് നയിക്കുന്നത്.
ഇത് പറയുമ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് എന്തുകൊണ്ട് ഈ വിദ്യാർത്ഥികളെല്ലാം വിദേശത്തേക്ക് പോകുന്നു? നമുക്ക് സാറ് പറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരു സമൂഹത്തിന്റെ പൊതുബോധം വിദേശത്ത് പോയാലേ രക്ഷപ്പെടത്തുള്ളൂ എന്നുള്ള ഒരു പൊതുബോധമുണ്ട്. സാറേ, അങ്ങനെ ഒരു പൊതുബോധം ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനപരമായ പല കാരണങ്ങളും. നമ്മൾ വളരെ ദരിദ്രമായ ഒരു സാഹചര്യത്തിലായിരുന്നു ഒരു 50 വർഷം മുമ്പ് അല്ലെങ്കിൽ 60 വർഷം മുമ്പുള്ള കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് സാമ്പത്തിക നിലയിൽ നമ്മൾ വളരെ മുന്നോട്ട് വന്നു, സാധ്യതകൾ ഒത്തിരി ഉണ്ടായി. അപ്പോഴും ഇവിടെ കേരളത്തിൽ നിൽക്കാതെ ഈ വിദ്യാർത്ഥികൾ പോകുന്നതിൻ്റെ ഒരു പ്രധാന കാരണമായിട്ട് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യം കൂടെ അതിൻ്റെ ഒരു പ്രധാന ഘടകമല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഇവിടുത്തെ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് യോജിച്ചതല്ല എന്നൊരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ട്. അത് പലതരത്തിലുണ്ട്. ഒന്ന്, ഇവിടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലുള്ള പരിമിതികൾ. അവർ കേരളം വിട്ട് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ അതിൻ്റെ വ്യത്യാസം അവർ മനസ്സിലാക്കും. ആ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ, അല്ലെങ്കിൽ വിദേശത്തുള്ള യൂണിവേഴ്സിറ്റിയിലുള്ള പഠന രീതി, ഇവാലുവേഷന്, അധ്യാപകരുമായിട്ടുള്ള അവരുടെ ആ ഓപ്പർച്യൂണിറ്റി, യൂണിവേഴ്സിറ്റിയിലുള്ള ഓപ്പർച്യൂണിറ്റി, അതൊക്കെ അവർ കേൾക്കുമ്പോൾ ഇവിടുത്തേതിനെക്കാട്ടിൽ നല്ലൊരു ഇക്കോസിസ്റ്റം അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അവിടുന്നാണ് അവർ അന്വേഷണം തുടങ്ങുന്നത്. അതൊരു പ്രധാന ഘടകമാണ്. പിന്നെ രാഷ്ട്രീയ കാര്യവും അതൊരു പ്രധാന കാരണമാണ്. കാരണം ഇവിടുത്തെ കുഞ്ഞുങ്ങൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ, PSC പോലെയുള്ള എക്സാമിനേഷൻ എഴുതുമ്പോൾ ധാരാളം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ജോലിക്ക് വേണ്ടി സാധ്യതകൾക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒരുപക്ഷെ വേണ്ടി, അഴിമതി ഒരു പ്രധാന വിഷയമാണ്. സ്വതന്ത്രമായിട്ട് ഒരുപക്ഷെ സ്റ്റാർട്ടപ്പ് പോലും തുടങ്ങുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് അതിനുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം, ഒരുപക്ഷേ ആ ഒരു ലൈഫ് സ്റ്റൈലും സ്വാതന്ത്ര്യവും ഒക്കെ ഈ തലമുറ ആഗ്രഹിക്കുന്നതാണ്. അത് സ്വാതന്ത്ര്യം ഇവിടെ കിട്ടുന്നില്ല എന്നൊരു ചിന്താഗതിയോടെ അവരെ വിദേശത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. സാർ, ഇതൊരു യാഥാർത്ഥ്യമാണ്. വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകും. ക്രിസ്തീയ സമൂഹത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകും. അതിൻ്റെതായ പല പ്രതിസന്ധികൾ ക്രൈസ്തവ സമൂഹം, കേരളത്തിലെ എല്ലാ സഭകളും, ഏതെങ്കിലും ഒരു സഭ മാത്രമല്ല, എല്ലാ സഭകളും അത് അനുഭവിക്കുന്നു. അപ്പം പല പള്ളികളിലും അംഗങ്ങളുടെ എണ്ണത്തിൽ വളരെ കുറവുണ്ടാകുന്നു. പള്ളികൾ, വളരെ മനോഹരമായ പള്ളികൾ നമുക്ക് ധാരാളമുണ്ട്, പക്ഷേ ആരാധനയ്ക്ക് വരാൻ ആളില്ലാതെ പോകുന്നു. പ്രായമായവർ മാത്രം ഈ രാജ്യത്ത് എന്നൊക്കെയുള്ള സാഹചര്യം സാമൂഹ്യമായി വലിയ പ്രതിസന്ധിയിലേക്ക് ക്രൈസ്തവ സമൂഹത്തെ തള്ളിവിടുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മൈഗ്രേഷൻ. മുൻപുണ്ടായിരുന്ന വിദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ഗൾഫിൽ ഒരു ജോലി തേടി പോകുന്ന ഒരു വ്യക്തി ഒരിക്കലും അവിടെ സെറ്റിൽ ആകുന്നില്ല. ആ വ്യക്തി മടങ്ങി വരാൻ വേണ്ടിയാണ് പോകുന്നത്. മാത്രവുമല്ല, അവൻ ചെയ്യുന്നത് കേരളത്തിലേക്ക് അവൻ അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പണം വരുന്നു, അതിവിടെ സ്പെൻഡ് ചെയ്യപ്പെടുന്നു. അത് ഇവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെയും ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെയും കേരളത്തെ തന്നെ അത് ചെയ്തുകൊണ്ടിരുന്നു, വളർത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൈഗ്രേഷൻ സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കോ, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലോ, ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ പോകുമ്പോൾ സംഭവിക്കുന്നത്, ഈ പോകുന്നവരാരും മടങ്ങി വരിക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി അല്ല പോകുന്നത്. അപ്പോൾ ഇതിവിടെ ഉണ്ടാക്കുന്ന ഒരു വലിയ വാക്വമുണ്ട്, ഇവിടെ ഒരു വലിയ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. എത്രത്തോളം അവെയറാ സാർ ഇതിനെക്കുറിച്ച്? ഇതൊരു നമ്മളെ ചിന്തിപ്പിക്കുന്നതും വളരെ കൺസേൺ ഉള്ളതുമായ ഒരു വിഷയമാണ്. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് മൈഗ്രേഷന് ഒരു സാധ്യത ആദ്യം തൊട്ടേ കണ്ടിട്ടുണ്ട്. നമ്മൾ പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലായാലും അമേരിക്കൻ രാജ്യങ്ങളിലാണെങ്കിലും ക്രിസ്ത്യൻ രാജ്യമാണെന്നുള്ളൊരു കംഫർട്ട് സോൺ നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ആ കംഫർട്ട് ഇപ്പോഴും അവർക്കുണ്ട്, ഒരു വിശ്വാസതയുണ്ട്. ഒരു ക്രിസ്ത്യൻ രാജ്യത്തേക്കാണ് പോകുന്നത്. മാതാപിതാക്കൾക്ക് പോലും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു ക്രിസ്ത്യൻ രാജ്യത്തേക്കാണ് പോകുന്നത്, ആത്മീയ കൂട്ടായ്മകളുണ്ട് എന്നൊക്കെയുള്ളൊരു ചിന്താഗതി ഉള്ളത് കൊണ്ട് അത് നെഗറ്റീവായിട്ട് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന് തോന്നിയിട്ടില്ല. രണ്ട്, നമ്മുടെ സമൂഹം ഇപ്പോഴും വിദേശത്തേക്ക് കുഞ്ഞുങ്ങളെ പോകാൻ വേണ്ടിയുള്ള പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് സഭയ്ക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്നു എന്നുള്ളതും നാം മറന്നു പോകരുത്. പക്ഷെ അതിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ നേഷൻ ബിൽഡിങ്, ഒരു സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്നുള്ള കാര്യത്തെപ്പറ്റി നമ്മൾ പഠിപ്പിക്കുവാൻ മറന്നുപോകുന്നു എന്നുള്ളതൊരു സംശയമുണ്ട്. നമ്മൾ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടെ തന്നെ നമ്മുടെ ആരാധനാ ആലയങ്ങളിലൊക്കെ പറയുമ്പോൾ രാജ്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ സേവനത്തെ പറ്റിയോ സമൂഹത്തിന് വേണ്ടി നമ്മൾ നടത്തുന്ന കോൺട്രിബ്യൂഷനെ പറ്റിയോ ഉള്ള ഒരു ധാരണ
അങ്ങനെയുള്ള വിത്ത് പാകുവാൻ നമ്മൾ പരാജയപ്പെട്ടതിൻ്റെ ഒരു കാരണം കൂടെയാണ് ഇന്ത്യയിലോ അല്ലെങ്കിൽ കേരളത്തിലോ കുഞ്ഞുങ്ങൾക്ക് സേവനം ചെയ്യാനുള്ള ഒരു താല്പര്യമില്ലാതെ പോകുന്നത്. രാഷ്ട്രത്തിൽ നമുക്ക് ഒരു രാഷ്ട്ര നിർമ്മാണത്തിൽ ക്രിസ്ത്യൻസിന് നല്ലൊരു പങ്കുണ്ട്. ആ പങ്ക് വഹിക്കാതെ വരുമ്പോൾ അതിൻ്റെ പരാജയമാണ് നമ്മളിപ്പോൾ കാണുന്നത്. അവിടെ നമുക്കൊരു നല്ല പരാജയം ക്രിസ്ത്യൻ സമൂഹത്തിന് വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം രാഷ്ട്രീയ മേഖലയിലേക്ക് നമുക്ക് അധികം എത്തിച്ചേരുവാൻ ഒരുപക്ഷെ കഴിഞ്ഞില്ലെങ്കിലും പോളിസി മേക്കിംഗ് നിലകളിലേക്ക് സിവിൽ സർവീസ് പോലെയുള്ള ഉന്നത നിലവാരമുള്ള പ്രൈവറ്റ് സെക്ടറിൽ തന്നെയുള്ള സ്ഥാപനങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തുവാനുള്ള ഒരു മോട്ടിവേഷനോ ട്രെയിനിങ്ങോ അതില്ലാത്തതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിൽ ചിന്തിക്കുവാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാന കാരണം. ഓക്കെ, സാർ പറഞ്ഞതൊരു വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇതിനകത്ത് പോസിറ്റീവായിട്ട് നമുക്ക് എന്താണ് ഈ രംഗത്ത് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ സാറിൻ്റെ ലീപ് അക്കാഡമി അല്ലെങ്കിൽ സിവിൽ സർവീസിന് വേണ്ടി സ്റ്റുഡൻസിനെ പരിശീലിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. എത്രത്തോളം സാധ്യതകളുണ്ട്? സാർ ഈ രംഗത്ത് ചില വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ വിദ്യാർത്ഥികൾ അതിനോട് താല്പര്യം കാണിക്കുന്നുണ്ടോ? പാരൻസ് ആ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണോ? എന്താ സാർ മനസ്സിലാക്കിയിരിക്കുന്നത്? 2017 റിട്ടയർ ആയതിനു ശേഷം ബോംബെയിൽ നിന്ന് ഞാൻ നാട്ടിൽ വന്നപ്പോൾ കേരളത്തിലെ വിദ്യാർത്ഥികളോട് ക്യാമ്പുകളിലും അല്ലാതെയും ഒക്കെയുള്ള എൻ്റെ ഇൻ്ററാക്ഷനിൽ ഒരു കാര്യം മനസ്സിലാക്കിയത്, കരിയറിനെ പറ്റിയുള്ള കരിയർ അവയർനെസ് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ്. പരിമിതമായ അറിവുകൾ മാത്രമാണ് അവർക്കുള്ളത്. അവർ സ്കൂളിൽ നിന്ന് കിട്ടുന്നതോ കേട്ടറിഞ്ഞതോ ആയ ഒരു ജനറൽ അവയർനെസ് മാത്രമേ ഉള്ളൂ. ഈ കാലഘട്ടങ്ങളിൽ എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ധാരാളം കോഴ്സുകളുണ്ട്. പണ്ടെന്ന് പറയുന്ന ഒരാൾക്ക് ഒരു കരിയർ ഗൈഡൻസ് പ്രോഗ്രാം നടത്തുവാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ നമ്മൾ വിദഗ്ധമായ ബ്രാഞ്ചിൽ പോലും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ തരത്തിലുള്ള ഒരു അവയർനെസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കില്ല, മാതാപിതാക്കൾക്കുമില്ല. അങ്ങനെ കൊടുക്കാനുള്ള ഒരു സംവിധാനം വളരെ ചുരുക്കമായിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായ കാരണം. നമുക്ക് എങ്ങനെങ്കിലും കുഞ്ഞുങ്ങളെ എഞ്ചിനീയർ ആക്കുക അല്ലെ ഡോക്ടർ ആക്കുക എന്നുള്ള ഒരു വളരെ ചെറിയ ഒരു ലക്ഷ്യം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നു. പെൺകുട്ടികൾക്കാണെങ്കിൽ നഴ്സിംഗ്. അപ്പൊ ഇതിനപ്പുറത്തുള്ള ഒരു ഹൃദയവിശാലത കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്കില്ല എന്നുള്ളത് ഇപ്പോഴും ഏകദേശം അതേ പാറ്റേണിലാണ് നമ്മുടെ കമ്മ്യൂണിറ്റി മുന്നോട്ട് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇന്നുള്ള വിദ്യാഭ്യാസത്തിനുള്ള ക്യാൻവാസ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു ക്യാൻവാസാണ്. അവർക്ക് ഏത് സബ്ജക്റ്റ് എടുത്താലും അവർക്ക് മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. പണ്ടാണ് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ ആ ബ്രാഞ്ചിൽ തന്നെ നിൽക്കണമെന്നുള്ള നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ വന്ന സമൂലമായ മാറ്റം കൊണ്ട് അത് സാധ്യമാണെന്നുള്ളതോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം അവർക്കില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹേർഡ് മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് എഞ്ചിനീയറിങ്, മെഡിസിന്, നഴ്സിംഗ് അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സസിന് അപ്പുറത്തോട്ട് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കുഞ്ഞുങ്ങൾ പോലും അത് വായിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഒരു കരിയർ ഓറിയന്റേഷൻ, ഗൈഡൻസ്, അവയർനെസ് അവർക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന കാരണം. 2, മാതാപിതാക്കൾക്ക് പോലും, എനിക്കറിയാം, ഞാൻ സിവിൽ സർവീസിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ അവർ തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ പോലും 1 or 2 പ്രാവശ്യം കിട്ടാതെ വരുമ്പോൾ അവർ വിദേശത്തേക്കൊക്കെ പോകാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്ന മാതാപിതാക്കളെ കാണാം. ഒരുപക്ഷെ മാതാപിതാക്കൾ ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. എന്താണ് അവരുടെ മക്കളുടെ ആപ്റ്റിറ്റ്യൂഡ്, എന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, എന്താണ് ജോലിയെ പറ്റിയുള്ള അവരുടെ ധാരണ, എന്താണ് അതിനുള്ള കോൾ, എന്താണ് ദ പർപ്പസ് ഓഫ് ലൈഫ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം തലമുറയെ ഒരു ജോലിക്ക് വേണ്ടി നാം ഒരുക്കേണ്ടത്. മറ്റൊരു കാര്യം ചോദിച്ചില്ലേ, എന്താണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഞാൻ ചെയ്തു വരുന്നതെന്ന് പറയുന്നത് 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ, അത് ആസ്പിറൻസ് ക്ലബ് എന്ന് പറയും. സ്കൂളുകളിലും അതുപോലെ തന്നെ നമ്മുടെ ലീപ്പ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും ആസ്പിറൻസ് ക്ലബ്ബ് എന്ന ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അത് അവർ ആസ്പിറൻസ് ക്ലബിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഫീൽഡിലേക്ക് പോകണമെന്നല്ല, എന്ത് ആസ്പിറേഷൻ ആകാൻ പറ്റും. മ്യൂസിക് ആകാം, സ്പോർട്സ് ആകാം, എഞ്ചിനീയറിംഗ് ആകാം. അപ്പൊ ഈ കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ വ്യത്യസ്ത രീതിയിലുള്ള അവരുടെ ഇൻട്രസ്റ്റുകളെ നമ്മൾ മനസ്സിലാക്കുക, വായിക്കാൻ പഠിപ്പിക്കുക, ചിന്തിക്കാൻ പഠിപ്പിക്കുക, അനലൈസ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക.
ഒരഭിപ്രായം ഉണ്ടാകുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവരുടേതായ ഒരു അവകാശങ്ങളെ പറ്റിയുള്ള, ചുമതലകളെ പറ്റിയുള്ള ഒരു ധാരണ അവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. സാർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഈ 8ാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്ക് തോന്നും തീരെ ചെറിയ കൊച്ചുകുട്ടികളാണ്. പക്ഷെ ഇന്ന് വരുമ്പോൾ അവർ 10th കഴിയുമ്പോഴേക്കും അവർ തീരുമാനിക്കണം ഏത് മേഖലയിലേക്ക് അവർ തിരിയണമെന്ന് ഏകദേശം ഒരു തീരുമാനം അവർ എടുക്കേണ്ടി വരും. പക്ഷെ എപ്പോഴും ഈ 10ാം ക്ലാസ് എത്തുന്ന 15 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ എന്താണ് തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു ക്ലിയർ പാത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. അവിടെയാണ് ഈ പാരൻസിന്റെ ഒരു ഇൻഫ്ലുവൻസ് പ്രധാനമായിട്ട് വരുന്നത്. അവർ പറയും നീ സയൻസ് എടുക്കുക, അല്ലെങ്കിൽ ആ നിലയിൽ ഒരു ചോയ്സ് ഇവരുടെ മുന്നിലേക്ക് വെക്കാതെ തന്നെ നിർബന്ധമായിട്ട് ഏതെങ്കിലും ഒരു സ്ട്രീമിലേക്ക് ഇവരെ തള്ളിവിടുകയാണ്. അതൊരു അപകടകരമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ 8ാം ക്ലാസ് മുതൽ ഒരു വിദ്യാർത്ഥിക്ക് ഇങ്ങനെ അവൻ്റെ സ്വപ്നം എന്താണെന്ന് കണ്ടെത്താനുള്ള അവനെക്കുറിച്ചുള്ള ഒരു ജീവിത ദർശനം കണ്ടെത്താനായിട്ട് ഒരു പരിശീലനം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. അതെ, അത് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വാല്യൂസ് അതൊരു പ്രധാന കാരണമാണ്. നമ്മൾ പറഞ്ഞ പോലെ നേഷൻ ബിൽഡിംഗ്, നമ്മുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത, എമ്പതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് ആദ്യം നമ്മൾ ഇവരോട് സംസാരിച്ചു പോകുന്നത്. മാത്രമല്ല ഇവർക്ക് നമ്മളോട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു വേദിയോടാണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അവരിൽ കൂടി പേരൻസിലേക്ക്, ചില വിദ്യാർത്ഥികൾ പറയും അങ്കിളെ ഇത് എൻ്റെ ഡാഡിയോടെന്ന് പറയണം, മമ്മിയോടെന്ന് പറയുമ്പോൾ അങ്ങനെ എത്തുമ്പോഴാണ് ഇവർ തമ്മിലുള്ള ആ ഗ്യാപ്പോട് നമുക്ക് ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുന്നത്. ഈ 8ാം ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ എടുക്കുമ്പോൾ അവരോടൊക്കെ വി വാക്ക് വിത്ത് ദം. അവരുടെ 9ാം ക്ലാസ്സിലേക്ക് പോകുന്നു, അവർ കോളേജ് ലെവലിലേക്ക് പോകുന്നു. അപ്പം ഇന്റർ ഡിസിപ്ലിനറി ഒരു സ്റ്റഡി മെത്തേഡാണ് ഹയർ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്താലും അതിന് സാധ്യതയുണ്ട്. യൂണിവേഴ്സിറ്റി ഒക്കെ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ പ്രയോജനമില്ലാത്ത ഒരു കോഴ്സും ഡിസൈൻ ചെയ്യത്തില്ല. പക്ഷേ നമുക്ക് താല്പര്യമുള്ള മേഖലകളിലേക്ക് പോകുമ്പോഴാണ്, അപ്പം നമുക്ക് പിള്ളേർക്കൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എന്തിനു വേണ്ടി ഞാൻ ആ ഫീൽഡ് തിരഞ്ഞെടുക്കുന്നു എന്ന് അവർക്കൊരു ബോധ്യമുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇൻട്രസ്റ്റ് എടുക്കുമ്പോഴാണ് പഠിക്കുവാനുള്ള, ശ്രമിക്കുവാനുള്ള, കഠിനാധ്വാനം ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടാകുന്നത്. അപ്പം എല്ലാ പ്രതിബദ്ധതകളെയും മാറ്റിവെച്ചിട്ട് അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ധാരാളം കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതിന് സാമ്പത്തിക കാര്യങ്ങളോ സാമൂഹ്യ പരിസ്ഥിതികളോ ഒക്കെ എതിരാണെങ്കിലും അതിനുള്ള ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഉയർന്ന പടിയിലേക്ക് കുഞ്ഞുങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ നമ്മൾ എടുത്തതിന് ശേഷം അവരുടെ ആവശ്യമനുസരിച്ച് 10ാം ക്ലാസ് കഴിയുമ്പോൾ 11ലേക്ക് എടുക്കുന്ന സബ്ജക്റ്റിനെ പറ്റി ഉള്ള ഒരു ഡിസ്കഷന്, അപ്പോൾ അതൊക്കെ നമ്മൾ ഒരു എക്സ്പേർട്ടായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ഗൈഡൻസ് അവർക്ക് കൊടുക്കും. ഒരു ജനറൽ ഗൈഡൻസ് കൊടുത്താൽ പറ്റത്തില്ല. പണ്ട് കാലത്തൊക്കെ ഒരു പൊതുവായ ഒരു ധാരണ കുഞ്ഞുങ്ങൾ കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ അത് പറ്റത്തില്ല. ഈ 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ഹ്യൂമാനിറ്റീസ് എടുക്കണം, എന്തിന് കൊമേഴ്സ് എടുക്കണം, എന്തിന് സയൻസ് എടുക്കണം എന്നതിനെ പറ്റി ഒരു വ്യക്തത ഉണ്ടാകണം. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഈ എടുക്കാൻ പോകുന്ന കുട്ടികൾ, ഇപ്പോൾ ഒരു മെഡിസിന് പോകുന്ന ഒരാൾ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് അവരുമായിട്ട് സംസാരിക്കാനുള്ള അവസരം കൊടുക്കും. അപ്പൊ ആ ഫീൽഡിൽ അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ, ഇപ്പൊ ആ ഫീൽഡിലാണ് ഇപ്പം ഞാനോ മറ്റുള്ളവരോ പറയുന്നതിനെക്കാട്ടിൽ ആ ഫീൽഡിലുള്ളവർ അവരോട് സംസാരിക്കുമ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ശ്രമങ്ങൾ, ഇങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, ഇതാണ് സാധ്യതകൾ, ഇത് കഴിഞ്ഞ് എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. ചിലരെ നമ്മൾ ആ സ്ഥാപനങ്ങളിൽ തന്നെ വിടുകയും ചെയ്യും. ഹോസ്പിറ്റലിൽ കൊണ്ടുവിടുന്നവരെ ഓർമ്മയുണ്ട്. MSWനും BSWനും ഒക്കെ പഠിക്കുന്ന കുട്ടികളെ ഞങ്ങൾ എൻജോയിലേക്ക് വിട്ട് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസും അവരുടെ എക്സ്പീരിയൻസും കാണുമ്പോഴും അവർക്ക് അതിനകത്ത് തന്നെ ഒരു താല്പര്യം ഉണ്ടാവും. ആ താല്പര്യത്തിലേക്ക് നമ്മുടെ തലമുറയെ കൊണ്ടുവരുന്നതാണ്. പിന്നെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്കല്ല എല്ലാം. ആ കാലഘട്ടം പോയി. ഒരു അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി ഇപ്പോൾ അത് തന്നെ പോയി. 12ാം ക്ലാസ്സിൽ ഇപ്പോഴ് ഒരു പക്ഷേ നമുക്ക് 100% മാർക്ക് ഉണ്ടെങ്കിലും കോമൺ എൻട്രൻസ് എക്സാമിനേഷനിൽ കൂടി മാത്രമേ നല്ല സ്ഥാനങ്ങളിലേക്ക് അഡ്മിഷനുള്ളൂ. അപ്പം മാർക്കിന് വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ പലതും ഈ കുഞ്ഞുങ്ങൾക്ക് കൈവിട്ടു പോകുന്നുണ്ട്. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പങ്കെടുക്കുവാൻ ആ നഷ്ടമാണ് ഉൾക്കരുത്തില്ലാത്ത ഒരു തലമുറയെ, ദർശനമില്ലാത്ത ഒരു തലമുറയെ, ഒരു സാമൂഹിക പ്രതിബദ്ധതയില്ലാത്ത ഒരു തലമുറ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം മറ്റു കാര്യങ്ങളിലേക്ക് അവർ ഇടപെടുന്നില്ല. കുടുംബത്തിൽ തന്നെ അവർക്കൊരു ഇൻവോൾവ്മെന്റ് ഇല്ല. അപ്പം ഇൻവോൾവ്മെന്റും അവരെ സഹകരിപ്പിച്ച് സമൂഹത്തിലും സഭകളിലും ഒക്കെ അവരെ സഹകരിപ്പിച്ച് ചേർത്ത് പിടിച്ചാൽ തലമുറ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയില്ല. ധാരാളം സാധ്യതകൾ ഇന്ത്യയിലുണ്ട് എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്.
ഓക്കെ സാർ, ഇപ്പം ഈ പറഞ്ഞ 8ാം ക്ലാസ് മുതൽ കുട്ടികളെ എടുത്തതിന് അടുത്ത സ്റ്റെപ്പ് സാർ, ഈ സിവിൽ സർവീസ് രംഗത്തൊക്കെ സാറിന്റെ ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ ചെയ്യുന്നത്, അതും കൂടെ ഒന്ന് പറയാം. സിവിൽ സർവീസിൽ ഇത്രയും കാലം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി അവർക്കൊരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ നടത്തും. ഡിഗ്രി കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടി ഫൗണ്ടേഷൻ കോഴ്സ്, അത് 1 വർഷം അവർ നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. എന്നാൽ പിന്നെ അവർ ഏതെങ്കിലും ഒരു പ്രത്യേക വർഷം, ഫോർ എക്സാമ്പിൾ ഇപ്പം 2025 മെയ്യിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്, അതിനുവേണ്ടി തീരുമാനിച്ച കുട്ടികൾക്ക് വേണ്ടി നമ്മൾ 1 വർഷത്തോളം ഫോക്കസ്ഡ് ആയിട്ട് ട്രെയിൻ ചെയ്യും. ഇന്റൻസീവ് ട്രെയിനിങ്. നമ്മളിപ്പോൾ പ്രധാനമായിട്ടും മെന്ററിംഗ് ആണ് നടത്തുന്നത്. ഈ കുട്ടികളൊക്കെ നമ്മുടെ കൂടെയൊക്കെ ഫൗണ്ടേഷൻ കോഴ്സിലും നേരത്തെ ഉണ്ടായിരുന്നവരാണ്. അവർക്കിപ്പം ഈ 25 എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു റെഗുലർ ക്ലാസിന്റെ ആവശ്യമില്ല. അവരെ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരിക്കൽ അവർക്ക് മെന്റേഴ്സ് ഉണ്ട്. മെന്റേഴ്സ് കാണുകയും ആ ആഴ്ചയിൽ അവർ പഠിച്ച കാര്യങ്ങളെ പറ്റിയും കറണ്ട് അഫയേഴ്സിനെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യുകയും ആൻസർ റൈറ്റിങ് അതുണ്ടാവും. അതല്ലാതെ തന്നെ ഇവർക്ക് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ട്. കാരണം ഡിഫറെന്റ് ഓപ്ഷണൽ പേപ്പർ സിവിൽ സർവീസിൽ എടുക്കാൻ പറ്റും. അപ്പം ഡിഫറെന്റ് ഓപ്ഷണൽ പേപ്പർ എടുത്ത കുട്ടികൾ അവരൊരുമിച്ചുള്ള ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അവർ ഓൺലൈനിൽ കൂടും, അല്ലാതെ തന്നെ ഫിസിക്കലി ട്രിവാൻഡ്രത്ത് നമുക്ക് ധാരാളം കുട്ടികളുണ്ട്, അവരൊരുമിച്ച് കൂടും. മാത്രമല്ല ഒരു സ്പിരിച്വൽ എൻറിച്ച്മെന്റ് പ്രോഗ്രാം കൂടെ ഉണ്ട്. ഞങ്ങൾ ഈ കുട്ടികളെ മിക്ക ക്ലാസ്സുകളും പ്രാർത്ഥനയോടെ ആരംഭിക്കുകയും പ്രാർത്ഥനയോടെ അവസാനിക്കുകയും, അതുപോലെ തന്നെ ആഴ്ചയിൽ ഈ കുട്ടികൾ അവരുടേതായ സ്ഥലങ്ങളിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും, മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു ഓൺലൈൻ പ്രെയർ മീറ്റിംഗ് ഉണ്ട്. മാത്രമല്ല കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് 2 ദിവസത്തെ ക്യാമ്പ് സിവിൽ സർവീസ് മേഖലയിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള അങ്ങനെ സ്പിരിച്വൽ ഗൈഡൻസ് കൊടുക്കാൻ പറ്റുന്ന സിവിൽ സർവൻസ് റിട്ടയർഡ് ആയിട്ടുള്ളവരും അല്ലാത്തവരും വന്നുള്ള ക്ലാസ്സുകൾ എടുത്തു. അപ്പം നമ്മളിപ്പം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇനിയും അടുത്ത ബാച്ച് എന്ന് പറയുന്നത് 2026 എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളെ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ 8ാം ക്ലാസ് തൊട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഈ വർഷം തൊട്ട് നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നതിൻ്റെ കാരണം പത്രവായന, പുസ്തക വായന, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും, അതോടൊപ്പം തന്നെ ഒരു നാഷണൽ ഇന്റർനാഷണൽ ഇവന്റ് കേട്ടാൽ അവരെന്താ മനസ്സിലാക്കുന്നത്, അവരുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കാനുള്ള ഒരു ട്രെയിനിങ് കൂടെ കൊടുത്താണ് പോകുന്നത്. ഒരു കാര്യം ഞാനിവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഈ കുട്ടികളെല്ലാം സിവിൽ സർവീസിലേക്ക് പോവുകയില്ല. സിവിൽ സർവീസിന്റെ പാസിംഗ് റേറ്റ് എന്ന് പറയുന്നത് വളരെ ലോ ആണല്ലോ. എന്നാൽ ദ പ്രോസസ് ഈസ് വെരി ഗുഡ്. ഇവർ സിവിൽ സർവീസിലേക്ക് എത്താതെ തന്നെ, ഇപ്പം ഞാൻ ട്രെയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്. ഒരു എക്സാമ്പിൾ പറയാം. ഒഡീസായിൽ നിന്നുള്ള മാൽക്കങ്കിരി എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ ഫിലിപ്പ് ജോൺ കൊട്ടാരത്തിൽ എന്ന് പറയുന്ന ഡോക്ടർ എന്നെ അവിടുന്ന് ഒരു കോയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ഷയാം എന്ന് പറയുന്ന പയ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവൻ്റെ ഗ്രാമത്തിലെ ഒറ്റ ക്രിസ്ത്യാനിയുള്ളൂ. അവൻ്റെ ഗ്രാമത്തിലെ ആദ്യത്തെ ഗ്രാജുവേറ്റാണ്. കഴിഞ്ഞ 3 വർഷമായി നമ്മളോടൊപ്പം സിവിൽ സർവീസ് അവനുണ്ടായിരുന്നു. പക്ഷെ സിവിൽ സർവീസ് എക്സാമിനേഷൻ എഴുതി പാസ്സാകാൻ അവന് പറ്റിയില്ല. എന്നാൽ കഴിഞ്ഞ വർഷം അവിടുത്തെ ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസറായിട്ട്, അവിടുത്തെ ഒഡീഷ പബ്ലിക് സർവീസ് കമ്മീഷനിലെ ക്ലാസ് 1 ഗസറ്റഡ് ഓഫീസറായിട്ട് അവന് കയറിയുണ്ടായി. അപ്പൊ അങ്ങനെ PSC ഇവിടുത്തെ കേരളത്തിലെ സെക്രട്ടേറിയറ്റിലേക്ക് കയറിയിട്ടുണ്ട്. നെറ്റ് എക്സാമിനേഷൻ പാസ്സായ കുട്ടികളുണ്ട്. PhDക്ക് രജിസ്റ്റർ ചെയ്ത് 2 പേര് PhD ചെയ്യുന്നുണ്ട്. മറ്റ് ബാങ്കിലേക്ക് ജോലിയിൽ കയറിയവരുണ്ട്. അപ്പൊ ഈ പ്രോസസ്സിൽ കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികളെ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അവരുടെ പ്രസന്റ് അക്കാഡമിക്കൂടെ അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും. അവർ പഠിക്കുന്ന സിലബസിനെക്കാട്ടിൽ ഉപരിയായിട്ട് ചിന്തിക്കാനും ലക്ഷ്യബോധമുള്ളവരായി തീരും. അതുമാത്രമല്ല, മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനോട് എഴുതാൻ വേണ്ടിയുള്ള ഒരു പ്രോത്സാഹനവും അതുപോലുള്ള ട്രെയിനിങ്ങും ഈ പ്രോസസ് കൂടെ അവർക്ക് ലഭിക്കുന്നുണ്ട്. ഓക്കെ സാറേ, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയുവാനുള്ളത്, നമ്മളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ജീവിത സാഹചര്യം വലിയ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരനുഭവിക്കുന്ന മാനസിക സംഘർഷവും സാമൂഹ്യമായി നേരിടുന്ന പല പ്രതിസന്ധികളുണ്ട്. ഈ കാലഘട്ടത്തിൽ കൃത്യമായ ഒരു കാഴ്ചപ്പാടോടുകൂടെ, ദർശനത്തോടുകൂടെ അവർക്കൊരു വിഷൻ നൽകുവാൻ, അവരുടെ സ്വപ്നങ്ങളെ കണ്ടെത്തുവാൻ, അവരെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കണം. അത് മാതാപിതാക്കളുടെ
ഒരു വളരെ ചെറിയ ഒരു ലക്ഷ്യം എന്നുള്ളതിനേക്കാൾ വിശാലമായ ഒരു ലോകത്തിലേക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രൊഫസർ സാംസ്കറിയെ പോലുള്ളവർ ആ രംഗത്താണ് പ്രവർത്തിക്കുന്നത്. 8ാം ക്ലാസ് മുതലുള്ള വിദ്യാർത്ഥികൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെടുവാനുള്ള ഫോൺ നമ്പർ ഇതോടൊപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതുമായിട്ട് ബന്ധപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ ആ പരിശീലന കോഴ്സുകളിൽ അറ്റൻഡ് ചെയ്യുവാനും ഒക്കെ സാധിക്കും. തുടർന്നും ചില ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഈ രംഗത്തുള്ള പല വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാമെന്ന് കരുതുന്നു. താങ്ക് യു സാർ, ഈ സമയം ചെലവഴിച്ചത്. താങ്ക് യു.